സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം ഹൗസരി നയിച്ച മാനവ സഞ്ചാരത്തിന് തിരുവനന്തപുരത്ത് ഉജ്ജ്വല സമാപനം. SYS പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാനവ സഞ്ചാരം സംഘടിപ്പിച്ചത്. യാത്രയെ സ്വീകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച മത, സാംസ്കാരിക, രാഷ്ട്രീയ പ്രമുഖർ അണിനിരന്ന സൗഹൃദ നടത്തം ശ്രദ്ധേയമായി. നവംബർ 16-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയ്ക്കാണ് ഇന്നലെ തിരുവനന്തപുരത്ത് സമാപനമായത്. മാനവ സഞ്ചാരത്തെ സ്വീകരിച്ചുകൊണ്ട് നടന്ന സൗഹൃദ നടത്തം പാളയം പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച് ചരിത്രമുറങ്ങുന്ന കനകക്കുന്നിൽ സമാപിച്ചു. നടത്തത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. MP-മാരായ ഡോക്ടർ ശശി തരൂർ, A റഹീം, രമേശ് ചെന്നിത്തല MLA, കടകംപള്ളി സുരേന്ദ്രൻ MLA ഉൾപ്പെടെ നിരവധി നേതാക്കൾ നടത്തത്തിൽ കൈകോർത്തു. നിശാഗന്ധിയിൽ നടന്ന മാനവ സംഗമം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് മനുഷ്യബന്ധങ്ങളുടെ വിടവുകൾ നികത്താനും കേരളത്തിന് സുസ്ഥിരതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഏകീകൃതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ കഴിയും. സഹാനുഭൂതി, സമത്വം, സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത പുതുക്കിക്കൊണ്ട് നമുക്ക് ഈ യാത്രയിൽ കൈ കോർക്കാം. ഒരുമയുടെ സ്വരമാണ് നമുക്ക് വേണ്ടത്. ഭിന്നിപ്പിന്റെ സ്വരം ആരുയർത്തിയാലും എതിർക്കപ്പെടണമെന്ന് മാനവ സഞ്ചാരത്തിന്റെ നായകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഹൗസരി സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം അത് ഈ നാട്ടിൽ വീണ്ടും നടപ്പിലാക്കുവാൻ മനുഷ്യരെ തമ്മിലകറ്റാൻ വേണ്ടിയുള്ള ആശയങ്ങളാണ് ഇതിലെല്ലാം കൊണ്ടുവരുന്നത്. ഒരുമയുടെ സ്വരമാണ് നമുക്ക് വേണ്ടത്. ഭിന്നിപ്പിന്റെ ശബ്ദം ആരിൽ നിന്നുണ്ടായാലും നാം ചെറുക്കണം. മാനവ സഞ്ചാരത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളും ചർച്ചകളും സംഗ്രഹിച്ച് തയ്യാറാക്കിയ നിവേദനം ഡോക്ടർ ഹസരി മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ യുവജന രാഷ്ട്രീയ നേതാക്കളെയും സംരംഭകരെയും മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടുത്തി വിവിധ ചർച്ചകളും മാനവ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. മീഡിയ 1 തിരുവനന്തപുരം.